നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതവിടെ മുത്തശ്ശിയുടെ മുറിയില് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നും ഇതെങ്ങനെ ഈ മുറിയിലെ അലമാരിയിലെത്തി? അതന്നെ എന്റെയും കൺഫ്യൂഷൻ. ഇത് ചതിയ ചേച്ചി. ഈ മോതിരം വെറുതെ ഒന്നും അല്ല ഇവിടെ വന്നത്. ചേച്ചിക്കുള്ളൊരു കുരുക്ക ഇത്. ഇവരുടെ കയ്യിലില്ലാന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. ഈ വീട് മുഴുവനും ഞങ്ങൾക്ക് പരിശോധിക്കണം. അമ്മ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ? എന്ത് വൃത്തികേട്? കാണാതായ മോതിരം അന്വേഷിക്കുന്നത് വൃത്തികേടാണോ? ഞാൻ എല്ലാവരോടായി പറയാ, ഈ വീട്ടിലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളതുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരപേക്ഷ കൂടിയുണ്ട്. ഞങ്ങളുടെ മക്കളെ അകാരണമായി സംശയിക്കരുത്. അമ്മേ, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവരെ അപമാനിക്കാൻ ഒരുങ്ങുന്നത്? വേണ്ട, ഇവിടെ ഒരു പരിശോധനയും വേണ്ട. മായേ, ഈ കുട്ടികളുടെ കയ്യിലും മോതിരില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. പിന്നെ എന്തിനാ അന്വേഷണം? വെറുതെ ഇവരെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അത് പോരെ. സംശയം പൂർണ്ണമായും ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ അമ്മ നമ്മളെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ സ്ഥിതിക്ക് നമ്മൾ വിശദമായി പരിശോധന നടത്താതെ തിരികെ ചെന്ന അമ്മയുടെ എന്ത് പറയും? കൃത്യമായി തിരഞ്ഞില്ലെന്ന് പറഞ്ഞ അമ്മ നമ്മളോട് ചൂടാവും. അതുകൊണ്ട് എന്തായാലും മായ പറഞ്ഞതുപോലെ വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തണം. വേണ്ട, ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. സാരമില്ല അച്ഛാ, ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. ഹരിയങ്കിൾ പറഞ്ഞതുപോലെ സംശയം മാറ്റിയെടുക്കുന്നത് തന്നെയാ നല്ലത്. ചെറിയമ്മ എവിടെയാണെന്ന് വെച്ചാല് പരിശോധിച്ചോളൂ. മോളെ ദേവികേ, മാഡം എന്തിനാ വിഷമിക്കുന്നേ? ഞങ്ങൾക്കാർക്കും ഒരു പ്രയാസവും ഇല്ല. ദേവിയേച്ചി പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. പരിശോധന തുടങ്ങാം. ഞങ്ങളും സഹായിക്കാം. ഒരു പ്രശ്നമില്ല. പരിശോധന തുടങ്ങാം. നീ വാ. നീ അങ്ങോട്ട് കയറി. ചെല്ല് ചെല്ല് ചെല്ല്, പോക്കോ. നോക്ക്, അവിടെയൊക്കെ നോക്ക്. ദാ അതിനകത്തൂടെ നോക്ക്. കിട്ടിയോ? മോതിരം കിട്ടിയോ? എവിടെ നിന്ന് കാണിക്കേ. കഷ്ടം. എന്താ ഹരി, മോതിരം കിട്ടിയോ? പരിശോധന കഴിഞ്ഞില്ലേ? ഇനി എന്നാ നമുക്ക് ഇറങ്ങാം. നിങ്ങളെ വെറുതെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ സോറി. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ മോളെ. നിങ്ങള് മറ്റൊന്നും വിചാരിക്കരുത്. മായേ, നമുക്കിറങ്ങാം. വരൂ. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ചിലപ്പോ മോതിരം ഇവരാരെങ്കിലും എടുത്ത് അലമാരി വച്ചിട്ടുണ്ടെങ്കിലോ? നമുക്കൊന്ന് അലമാര പരിശോധിക്കാം. ഞങ്ങൾക്ക് പണത്തിനും പൊന്നിനും കുറവുണ്ടാവും എന്ന് കരുതി ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്.
വളരെ കഷ്ടമാണ്. പക്ഷെ മനസ്സിൽ സംശയം തോന്നിയ സ്ഥിതിക്ക് അത് തീർത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ആ മായ, നമുക്ക് അലമാര പരിശോധിക്കാം. മുത്തശ്ശ വിഷമിക്കണ്ട, അവര് പരിശോധിച്ചോട്ടെ. അങ്കിള് വേണ്ടി ഒരു സംശയം ബാക്കി വെക്കണ്ട. അലമാരെങ്കിൽ അലമാര, നിങ്ങൾ ചെന്ന് പരിശോധിച്ചോളൂ. ചേട്ടാ, ആ ബാഗ് നോക്കി. പണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവന്ന ബാഗ് അറിയല്ല ഇപ്പൊ കൊട്ടണ. നല്ല ഓർമ്മയില്ലേ? ഇപ്പൊ എന്താ ഇത് യൂസ് ചെയ്യാത്തെ? ഇപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. സ്കൂളിൽ പോകുമ്പോഴല്ലേ ഞാനിത് യൂസ് ചെയ്യാറ്. മാലാകെ ദേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? ഈ മോതിരം എങ്ങനെ ഈ അലമാരയിൽ വന്നത്? ഇവിടെ ഇങ്ങനെ ഒരു മോതിരം ഇല്ലായിരുന്നല്ലോ. ഇത്രയും വിലപിടിപ്പുള്ള മോതിരം എങ്ങനെ ഈ മുറിയിലെത്തി? അധികം തന്നെ. ദേവേജി, ആ ഗോപു, ഇത് നോക്കിയേ, ഈ മോതിരം. നോട്ടെ, ഇത് കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ഇത് ഈ അലമാരയിലെ ബാഗിലിരുന്നതാ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യ സ്വത്തിൽപ്പെടുന്ന ഒരു മോതിരം. ഇതിന് നല്ല വിലയുണ്ട്. ഇതവിടെ മുത്തശ്ശിയുടെ മുറിയില് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്നതാ. അവിടെ നിന്നും ഇതെങ്ങനെ ഈ മുറിയിലെ അലമാരയിലെത്തി? അതന്നെ എന്റെയും കൺഫ്യൂഷൻ. ഇത് ചതിയ ചേച്ചി. ഈ മോതിരം വെറുതെ ഒന്നും അല്ല ഇവിടെ വന്നത്. ചേച്ചിക്കുള്ളൊരു കുരുക്ക ഇത്. ഈ മോതിരം ഇവിടെ കൊണ്ട് വെച്ചതാരാണെന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അഞ്ജിത, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.